പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഒരു ഭാവനയാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത്. ധനവാൻ യാതനാ സ്ഥലത്തു നിന്നും സഹോദരന്മാർക്കും ഈ ലോകജനങ്ങൾക്കും അയച്ച ഒരു കത്ത്. എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ സഹോദരങ്ങൾക്കും ലോകത്തിലുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ എഴുതുന്നത്. വളരെ നാളുകളായി ഇങ്ങനെ ഒരു കത്ത് എഴുതുവാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു. ഇവിടെ അതിനുള്ള അനുവാദമില്ല. ഇപ്പോൾ ആരും കാണാതെ രഹസ്യമായിട്ടാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എൻ്റെ ഇപ്പോഴത്തെ താമസ സ്ഥലത്തെക്കുറിച്ചും എൻ്റെ അവസ്ഥയെക്കുറിച്ചും നിങ്ങൾ അറിയണം എന്ന് എനിക്ക് നിർബന്ധമുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു കത്തെഴുതുവാൻ ഞാൻ പ്രേരിതനായത്. നിങ്ങൾക്കറിയാമല്ലോ, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന നാളുകളിൽ എൻ്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്ന്. ധൂമ്ര വസ്ത്രവും പട്ടും ധരിച്ച് സ്വാദിഷ്ട ഭോജനവും കഴിച്ച് പല്ലക്കിൽ യാത്ര ചെയ്ത് സമ്പന്നതയിൽ സുഖലോലുപതയിൽ ഉള്ള ജീവിതമായിരുന്നല്ലോ എൻ്റേത്. അങ്ങനെയിരിക്കെ എൻ്റെ പെട്ടെന്നുള്ള മരണവും നിങ്ങൾ ഓർക്കുന്നുണ്ടാവാം. ശവസംസ്കാരം ആർഭാടമായി തന്നെ നടത്തിയത് നന്ദിയോടെ ഞാൻ ഈ സമയം ഓർക്കുന്നു. മാത്രമല്ല, മരണാനന്തര കൂദാശകളും പ്രാർത്ഥനകളും നിങ്ങൾ നടത്തുന്നുണ്ട്. എന്നാൽ ഇതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനവും എനിക്കുണ്ടായില്ല എന്ന് മാത്രമല്ല, ഇനിയൊട്ട് ഉണ്ടാകത്തുമില്ല. സഹോദരന്മാരെ, ഇപ്പോൾ ഞാൻ പാതാളത്തിൽ നിത്യയാതന അനുഭവിക്കുകയാണ്. നിങ്ങൾ ഒരു പക്ഷേ കരുതുന്നുണ്ടാവാം ഇവിടെ എനിക്ക് സുഖജീവിതമാണെന്ന്. അങ്ങനെയല്ല. ചാകാത്ത പുഴുവും കെടാത്ത തീയുമാണ് ഇവിടെ. ജീവിച്ചിരുന്നപ്പോൾ പലരും ഇതിനെക്കുറിച്ച് സുവിശേഷത്തിലൂടെ എനിക്ക് മുന്നറിയിപ്പ് തന്നിട്ടുള്ളതാണ്. സ്വർഗത്തെയും നരകത്തെയും മാനസാന്തരത്തെയും കുറിച്ച് അന്ന് എന്നോട് പറഞ്ഞവരെ ഞാൻ പരിഹസിച്ചത് വേദനയോടെ ഞാനിപ്പോൾ ഓർക്കുകയാണ്. അതിനെ ഓർത്ത് ഞാനിപ്പോൾ പശ്ചാത്തപിക്കുകയാണ്. കൂടുതൽ വിവരിപ്പാൻ എനിക്ക് ശക്തിയില്ല. തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നൊരു വാക്യമുണ്ടല്ലോ, അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. അന്ന് എന്നോട് ഈ വചനം പറഞ്ഞവരെ ഒന്നും ഞാൻ മുഖവിലക്കെടുത്തില്ല. അവരുടെ വാക്ക് ഞാൻ അനുസരിച്ചില്ല. അതുകൊണ്ട് ഇപ്പോൾ ഞാനിങ്ങനെ കിടന്ന് കഷ്ടത അനുഭവിക്കുകയാണ്. കൂടുതൽ വിവരിപ്പാൻ എനിക്ക് ശക്തിയില്ല. ദൈവവചനം എത്ര സത്യമായിരുന്നു എന്ന് തെളിയിക്കുന്ന അവിശ്വസനീയമായ ഒരു കാഴ്ചയും കൂടെ ഞാൻ കണ്ടു. നിങ്ങൾ ഓർക്കുന്നോ, നമ്മുടെ പടിവാതിൽക്കൽ കിടന്നിരുന്ന ദരിദ്രനായ ലാസറിനെ എൻ്റെ എച്ചിലെങ്കിലും തിന്ന് വിശപ്പടപ്പാൻ അടക്കുവാൻ അയാൾ ആഗ്രഹിച്ചിരുന്നു. അവൻ മരിച്ചപ്പോൾ ആരും തിരിഞ്ഞു നോക്കാൻ ഇല്ലായിരുന്നു. ആ ലാസറിനെ ഇവിടെ ഞാൻ കണ്ടു. അബ്രഹാം പിതാവിൻ്റെ മടിയിൽ തേജോമയനായി ലാസർ ഇരിക്കുന്ന കാഴ്ച എന്നെ ഞെട്ടിച്ചു. ലാസറിൻ്റെ കയ്യിൽ ഒരു തുള്ളി വെള്ളം എൻ്റെ നാവ് നനയ്ക്കാൻ കൊടുത്തയക്കണമേ എന്ന് ഞാൻ അപേക്ഷിച്ചു. എന്നാൽ സ്വർഗത്തിൽ നിന്നും നരകത്തിലേക്കോ അവിടെ നിന്നും സ്വർഗത്തിലേക്കോ വരുവാൻ ഇച്ഛിച്ചാൽ അത് സാധ്യമല്ല എന്ന് അബ്രഹാം പിതാവ് മറുപടി പറഞ്ഞു. ഇപ്പോഴുള്ള എൻ്റെ അവസ്ഥ എൻ്റെ സഹോദരന്മാർക്ക് വരാതിരിപ്പാൻ ലാസറിനെ അവരുടെ അടുക്കൽ അയക്കാമോ എന്ന് ഞാൻ അബ്രഹാം പിതാവിനോട് അപേക്ഷിച്ചു. എന്നാൽ മറുപടി ഇപ്രകാരമായിരുന്നു: മകനെ, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ. സത്യവചനം വായിച്ച് അതിനനുസരിച്ച് ജീവിതം ക്രമീകരിച്ചാൽ അവർക്ക് ഒരിക്കലും യാതനാസ്ഥലത്ത് എത്തേണ്ടി വരില്ല. എൻ്റെ സഹോദരങ്ങളെ, സത്യവചനം അനുസരിക്കൂ. സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെ ആണെന്ന് പറഞ്ഞ് ആഡംബരത്തോടെ ഈ ഭൂമിയിൽ മതിച്ചു പുളച്ച് ജീവിച്ചവനല്ലേ ഞാൻ. എന്നാൽ നരകയാതന എന്തെന്ന് ഞാനിപ്പോൾ അറിഞ്ഞു. തിരിച്ചറിഞ്ഞപ്പോഴേക്കും വൈകിപ്പോയി. പാപിക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കുകയില്ല. ആയതിനാൽ ഇപ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതം ക്രമീകരിക്കൂ പ്രിയമുള്ളവരെ. മരണാനന്തരം അതിന് അവസരമില്ല കേട്ടോ. പാപത്തിൻ്റെ ശമ്പളം മരണവും നിത്യനരകവുമാണ്. ഇപ്പോൾ തന്നെ മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. എന്നാൽ സ്വർഗം ലഭിക്കും. സ്വർഗത്തിൽ നമ്മുടെ യേശുവിനോടൊപ്പം നമുക്ക് നിത്യത പ്രാപിപ്പാനായിട്ട് കഴിയും. ഈ സത്യം ഏറ്റെടുക്കുവാൻ ജീവിച്ചിരുന്നപ്പോൾ എനിക്ക് കഴിഞ്ഞില്ല പ്രിയമുള്ളവരെ. ഇതറിയിക്കുവാനാണ് അതീവ രഹസ്യമായി ഈ കത്ത് ഞാൻ എഴുതുന്നത്. ഇല്ലെങ്കിൽ നിങ്ങൾക്കും എൻ്റെ അവസ്ഥ ഉണ്ടാകും എന്ന് മറന്നു പോകരുത്. സുവിശേഷം ആധാരമാക്കിയാണ് ഇവിടെ ന്യായവിധി നടപ്പാക്കുന്നത്. ഇനി അധികം എഴുതുവാൻ എനിക്ക് കഴിയില്ല. കത്ത് നിർത്തട്ടെ എന്ന് അതിവേദനയോടെ നിങ്ങളുടെ സ്വന്തം സഹോദരൻ. ഒപ്പ്.
പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യാതനാസ്ഥലത്ത് നിന്നുമുള്ള ഈ കത്ത് നമ്മെ ഓരോരുത്തരെയും ചിന്തിപ്പിക്കേണ്ടതാണ്. നാം ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിപരമായ രക്ഷ നാം ഉറപ്പാക്കണം. ഇപ്പോൾ ആകുന്നു രക്ഷാദിവസം, ഇപ്പോൾ ആകുന്നു സുപ്രസാദ കാലം എന്നുള്ളതായ തിരുവചനം നാം ഓർക്കണം. നമ്മുടെ അടുത്ത് തിരുവചനവുമായി കടന്നു വരുന്നവരെ, സത്യസുവിശേഷം അറിയിക്കുന്നവരെ നാം ഒരിക്കലും അവഗണിച്ചു പോകരുത്. നമ്മുടെ നിത്യതയ്ക്ക് വേണ്ടിയാണ്, നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ദൈവം അവരെ നമ്മുടെ അടുക്കൽ അയക്കുന്നത് എന്നുള്ളതായ ആ ഓർമ്മ എപ്പോഴും നമ്മിലുണ്ടാകണം. ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് ഈ ഭാവന ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ.